ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കറിവേപ്പില ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. ഇത് കൂടുതൽ കാലം നിൽക്കാനും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതേ കറിവേപ്പില, എനിക്ക് വീട്ടിൽ കറിവേപ്പില ഇല്ല കേട്ടോ, ചെറിയ തൈകളൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ വീട് പണിക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അയൽവക്കത്തെ വീട്ടിൽ ചേച്ചിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവർ ഇതേ കറിവേപ്പില തന്നതാണ്. അപ്പോൾ കുറേ വലിയ കൊമ്പൻ അങ്ങ് പൊട്ടി വീണ്ടു, നല്ല ഉയരത്തിലാണ്, തോട്ടി കൊണ്ട് പൊട്ടിച്ചതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എടുത്തിട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ പോയാൽ നമുക്ക് ആദ്യം ഓടി പോവാം, നമ്മൾ അയൽവക്കത്തെ വീട്ടിലായിരിക്കൂലേ, അത് നമുക്കൊരു തയക്കാണ്. നമ്മൾ അയൽവക്കത്തെ വീട്ടിലേക്ക് കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുണ്ടാവുക പകലൊക്കെ അല്ലേ. എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ ആദ്യം ഞാൻ അവിടെ ഓടിയെത്തിട്ടോ, അവരവിടെ ഉണ്ടെങ്കിലേ. അപ്പോൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര നമ്മളൊക്കെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്, കെട്ടിപ്പിടിച്ച് ഉമ്മ തരലും. എനിക്ക് സ്വർണം കിട്ടിയ പോലെ നിന്നെ കണ്ടപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അവിടെ പോവാതെ നിൽക്കാറില്ല കേട്ടോ. എന്നിട്ട് തന്നെ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ പിന്നെ തിരിച്ച് അവരെ കാണാതെ പോരാൻ പറ്റൂല കേട്ടോ, അത് തോന്നൂല്ല. അങ്ങനെ തന്നെയാണ് നമ്മളമ്മമാരെ കാണും പോലെ തന്നെയാണ് അവരെ കാണാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി കറിവേപ്പിലൊക്കെ നല്ലതുപോലെ നോക്കി നമ്മൾ പാത്രങ്ങളിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി എടുക്കാനും കുറച്ച് ഇതിലുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, കുറേ ദിവസം അങ്ങനെ നിന്നുകൊള്ളേ, ഒരിക്കലും നനയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില നമ്മൾ നല്ലതുപോലെ കഴുകി, ഇപ്പോൾ നല്ല മഴയല്ലേ, അതുകൊണ്ട് ഞാൻ ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്, ചിക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഞാൻ രണ്ട് തേങ്ങയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില നമ്മൾ കഴുകിയത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ശരിക്കും അങ്ങ് ഉണങ്ങിയിട്ടൊന്നുമില്ല, ഒരിക്കലും ഈർപ്പുണ്ടാവാൻ പാടില്ല, നനവുണ്ടാവരുത് കേട്ടോ. പിന്നെ അതിലേക്ക് ആ രണ്ട് തേങ്ങയിലേക്ക് കറിവേപ്പിലേക്ക് 20 വറ്റൽമുളക്, ഒരു വലിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി, കുറച്ച് കാന്താരി മുളക്, പിന്നെ പരിപ്പും നമ്മൾ കടലപ്പരിപ്പ് എന്നൊക്കെ പറയില്ലേ, അത് റോസ്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങൂല, അതാണ്. പിന്നെ നമുക്കിതേ തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണേ. എന്താ വെച്ചാൽ നമ്മൾ വറുക്കുന്ന സമയത്ത് ഒരേപോലെ വറവാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വറക്കുമ്പോൾ ഒരേപോലെ വറവായി കിട്ടും, നമുക്ക് വറുക്കാനും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു കൽച്ചട്ടി, നമ്മൾ എങ്ങനെയായാലും ഒരു അടിക്കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെക്കാണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ. അത് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കൂല കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ കൽച്ചട്ടി നമ്മൾ ഉരുളിയിലോ ഇങ്ങനെ കൽച്ചട്ടിയിലോ വെക്കണം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കാന്താരി മുളക്, കുറച്ച് കാന്താരി മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളി ഒരു 8-10 അല്ലി, ചെറിയ അല്ലിയാണ് അത്, വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ഇത്രയും മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയൊരു പിടി തന്നെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചട്ടി നിറഞ്ഞിട്ടുണ്ട്, അത് ശരിക്കും വറവായി വരുമ്പോൾ അങ്ങ് താന്ന് പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ തുടക്കത്തിലൊക്കെ ഇളക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് പോവാതെ മെല്ലെ ആദ്യം ഞാനൊരു കോലുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, ശരിക്കും പുറത്ത് ചിന്താതെ ഇളക്കിക്കൊള്ളും. അപ്പോൾ വലിയൊരു ചട്ടിയാണെങ്കിൽ സുഖമാണ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ചട്ടിയിൽ കൊള്ളാതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് താന്ന് പൊയ്ക്കോളും, ഇതൊക്കെ വറവാകുമ്പോൾ താന്ന് പിന്നെ പാകത്തിനായിക്കോളും, നമുക്ക് ഇളക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഒരിക്കലും നമ്മൾ കൈ എടുക്കരുത്, അടിയിൽ പിടിക്കാൻ പാടില്ല, കരിഞ്ഞു പോകാൻ പാടില്ല, കങ്ങിപ്പോവാനും പാടില്ല. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കും, പിന്നെ അങ്ങനെ വറക്കുമ്പം അതിൻ്റെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ കാറിൽ വരും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ഏകദേശം ഒരു മീഡിയം തീയിൽ അങ്ങനെ നമ്മൾ നമ്മൾ അടുപ്പത്ത് വറുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്, നമ്മളങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വറുത്ത് എടുക്കാം. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ പണിക്കത് മറ്റടുപ്പത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ മറ്റു പണിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വീണ്ടും വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് അടുപ്പത്തേക്ക് തന്നെ വെച്ചിട്ട്, എന്താ വെച്ചാൽ അപ്പുറത്തെ അടുപ്പിൽ ചോറ് വേവുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇതിങ്ങനെ തിളച്ചതിന് ശേഷം ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങോട്ട് തന്നെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗമായി കിട്ടും കേട്ടോ. നമ്മൾക്ക് ഇതിനായിട്ട് ഒരു മെനക്കെട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിനായിട്ട് മെനക്കെട്ട് ഇരിക്കുമ്പോൾ ഒരു പണിയാണ്. ഒന്ന് ശരിക്കും നമ്മൾ ഒട്ടും കരിയാതെ, അതായത് കങ്ങിയാലൊക്കെ വേറൊരു വാസനയായിരിക്കും, വേറൊരു ചൊവയായിരിക്കും. അപ്പോൾ കങ്ങാനൊന്നും ഒട്ടും പാടില്ല. അപ്പോൾ കണ്ടത് കുറേ ചെറുതായി വന്ന് കണ്ടോ, തേങ്ങയ്ക്ക് ഒരേപോലെ വറവായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 വറവാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ പുളി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുരുമില്ലാത്ത പുളിയായിരിക്കണം കേട്ടോ. കുരു ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കളഞ്ഞിട്ട്, അതിൻ്റെ നാരും കുരുവും ഒക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ.
അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കാം. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കും കേട്ടോ. അപ്പോൾ അതേ ഒരു സ്പൂൺ നമ്മൾ ഇറക്കി വെക്കാനായിട്ടുണ്ട്. അതിൻ്റെ 2 മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ 1 സ്പൂണ് മല്ലിപ്പൊടി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇതിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചിലവരൊക്കെ കാണാം കായം ചേർക്കണം. ഒരിക്കലും കായം ചേർത്താൽ ചമ്മന്തിപ്പൊടിൻ്റെ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അതൊരു സാമ്പാർ പൊടിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. ഒരിക്കലും ചമ്മന്തിപ്പൊടിയിൽ കായം ചേർക്കരുത്. അധികവും പേര് ചമ്മന്തിപ്പൊടിയിൽ കായം ചേർത്ത് കണ്ടിട്ടുണ്ട്. അത് ഈ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് കിട്ടൂലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതേ നമുക്ക് തേങ്ങയൊക്കെ വറവായിട്ടുണ്ട്. കറിവേപ്പില എല്ലാം ശരിക്കും വറവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാനാകുമ്പം ആവശ്യത്തിന് കല്ലുപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് വേറൊരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ റോസ്റ്റഡ് ആയ കടലപ്പരിപ്പാണ്. നമ്മൾ പൊട്ടുകടല എന്നൊക്കെ പറയില്ലേ, വറുത്തിട്ടുള്ള പൊട്ടുകടല നമ്മൾ സാധാരണ കഴിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് ഈ ചൂടുള്ളതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്താ വെച്ചാൽ വറുത്ത പൊട്ടുകടലയാണ് കേട്ടോ. അപ്പം ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അതേ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കുന്ന മിക്സിൻ്റെ ജാറിൽ ഇത് കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഈ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഇട്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും അതുപോലെ തന്നെ പകുതി എടുത്തിട്ടും നമുക്ക് ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ കടലപ്പരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളിതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് ഇതും കൂട്ടി ചോറ് കഴിക്കാനൊക്കെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ആരോഗ്യകരവും ആണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി വീണ്ടും നമ്മളിത് വറുത്തെടുത്തിട്ടുള്ള ചട്ടി അടുപ്പത്തേക്ക് വെക്കും. അത്യാവശ്യം ചൂടുള്ള ഒരു കനലിൽ വെച്ചാൽ മതി. ചെറിയൊരു തീയായാലും കുഴപ്പമില്ല. നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. നല്ല തീയൊന്നും പാടില്ല കേട്ടോ. കരിഞ്ഞു പോവും അല്ലെങ്കിൽ കങ്ങിപ്പോവും. ഒന്ന് ചൂടാക്കി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ ചൂടാക്കി എടുക്കും. അപ്പോൾ കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. നമുക്ക് ഫ്രിഡ്ജിലൊന്നും എത്ര കഴിഞ്ഞാലും വെക്കേണ്ട ഒരു ആവശ്യമില്ല. ചൂടാക്കി നമുക്കിത് എടുത്തിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പാത്രത്തിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.